അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മഅദിൻ അക്കാദമി ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങളും മതഭൗതിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ റമദാനു ഷരീഫിൻ്റെ ഒന്നാമത്തെ 10 കഴിഞ്ഞു. രണ്ടാമത്തെ 10ൻ്റെ പകുതി ഭാഗവും നമ്മിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ ധാരാളം അവസരങ്ങൾ മഅദിൻ അക്കാദമി നമുക്ക് ആത്മീയമായും ഭൗതികമായും ഒക്കെ ഉയരാൻ ധാരാളം അവസരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ആ സ്ഥാപനത്തിൻ്റെ വലിയ ഒരു പ്രവർത്തനമാണ് ആത്മീയമായ മുന്നേറ്റങ്ങൾ. അൽഹംദുലില്ലാഹ്, ഈ സമയം പരിശുദ്ധമായ റമദാനു ഷരീഫ് പകുതി നമ്മിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ എത്രമാത്രം നാം അള്ളാഹുമായി അടുത്തു എന്നും ധാരാളം സ്വലാത്തുകൾ ദിക്റുകൾ നമ്മൾ ചൊല്ലി, റഹ്മത്തിൻ്റെ 10ൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്തു, മഗ്ഫിറത്തിൻ്റെ 10ൽ നമ്മളിപ്പോൾ ധാരാളം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അവസാനമായി മൂന്നാമത്തെ 10ലേക്ക് കടക്കുമ്പോൾ ഈ 2 10ലും പ്രധാനമായും അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പൂർണ്ണത വരുത്തിയ ഒരാൾക്ക് മാത്രമാണ് മൂന്നാമത്തെ 10 ഉള്ളൂ. റമദാൻ എന്ന് പറയുമ്പം കുറേ നാം പട്ടിണി കിടക്കുകയും ഇല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഇച്ഛകളുമായി വെടിഞ്ഞു നിൽക്കുകയും ചെയ്യുക എന്ന് മാത്രമല്ല റമദാൻ നൽകുന്ന സന്ദേശം. ഒരു മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും നന്നാവുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഭാഗം. കുറേ ഖുർആൻ ഓതലും ഇല്ലെങ്കിൽ കുറേ നിസ്കരിക്കലും കുറേ നോമ്പ് പല രൂപങ്ങളിലുമൊക്കെയായി നമ്മൾ ചെയ്യലും മാത്രമാണ് എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. ഇതിലൂടെ നമുക്കുണ്ടായി തീരേണ്ട വളരെ ആത്മീയമായ ഒരു പുരോഗതിയും അള്ളാഹുമായി നാം അടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗം. അള്ളാഹുമായി നാം അടുക്കുമ്പോൾ ആദ്യമായി നമ്മിൽ ഉണ്ടാവേണ്ടത് സൃഷ്ടികളോടുള്ള കടപ്പാടുകൾ നമ്മൾ എപ്പോഴും തീർക്കണം. അള്ളാഹുമായുള്ള കടപ്പാടുകൾ പലപ്പോഴായും നമുക്ക് തീർക്കാൻ അവസരങ്ങളുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പ്രത്യേകമായും ഈ മഗ്ഫിറത്തിൻ്റെ 10ൽ കോടാനുകോടി ജനങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നു. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന ഒരു ദിക്റ് ചൊല്ലിയത് കൊണ്ട് നാം ചെയ്ത മുഴുവൻ തെറ്റുകളും അള്ളാഹു പൊറുക്കും എന്നൊരാളും കരുതി പോകരുത്. അതിൽ അള്ളാഹുമായി നടത്തിയ ധാരാളം തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ നമുക്ക് നന്നാവാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുകയും അതുപോലെ തൗബകൾ ചൊല്ലുകയും അങ്ങനെ തുടങ്ങി നാം അള്ളാഹുമായി അടുക്കാൻ അവസരമുണ്ട്. പക്ഷേ സൃഷ്ടികളോടുള്ള കടപ്പാട് ഒരിക്കലും അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന ദിക്റ് ചൊല്ലിയത് കൊണ്ടോ ഇല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്റിൽ നാം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ടോ മാത്രം ആയില്ല. സൃഷ്ടികളോടുള്ള കടപ്പാട് അവരോട് തീർക്കുക തന്നെ ചെയ്യണം. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, ജ്യേഷ്ഠൻ അനുജനോട്, അനുജൻ ജ്യേഷ്ഠനോട്, കുടുംബത്തിനോട്, അയൽവാസിക്കോട്. പലപ്പോഴും നാം പൊരുത്തപ്പെടിക്കാത്ത ഒരു വിഭാഗമാണ് നമ്മുടെ ഭാര്യമാർ. ഈ ഭാര്യമാരോട് നമ്മുടെ ജീവിതത്തിൽ 60 വയസ്സിൻ്റെ ഇടയിൽ 70 വയസ്സിൻ്റെ ഇടയിൽ വിവാഹം കഴിഞ്ഞ് 40 കൊല്ലമോ 50 കൊല്ലമോ ഒക്കെ നമ്മൾ കഴിഞ്ഞെങ്കിലും സ്വന്തം ഭാര്യയോട് പൊരുത്തപ്പെടിക്കാത്ത ആളുകളായിരിക്കും ഒരു 80% ആളുകളും. ഒരു ഹജ്ജിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉംറക്ക് പോകുമ്പോൾ ഒരു കർമ്മമുണ്ട്. യഥാർത്ഥത്തിൽ ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി ഒരു കുയ്മന്തിയൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആളുകൾക്കൊക്കെ വിതരണം ചെയ്ത് ഞാൻ ഹജ്ജിന് പോവുകയാണ് ഇല്ലെങ്കിൽ ഉംറക്ക് പോവുകയാണ്, നിങ്ങളൊക്കെ പൊരുത്തപ്പെടണമെന്ന ഒരു മാമൂലിൻ്റെ ഒരു വാക്ക് പലപ്പോഴും കേൾക്കാറുണ്ട്. ആ മാമൂല് കൊണ്ടും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ കുയ്മന്തി നഷ്ടപ്പെടുക എന്നല്ലാതെ പൊരുത്തപ്പെടുന്നു നടക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല. എപ്പോഴും അത് നടക്കുന്നുണ്ട്, പക്ഷെ പൊരുത്തപ്പെട്ടു എന്ന് ആരെങ്കിലും പറയണ്ടേ? ഒരു മയ്യത്തിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പലപ്പോഴും നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഇമാമുമാർ പറയും ഈ കിടക്കുന്ന ജനാസ അബൂബക്കർ ഹാജിയുടെ ജനാസയാണ്, ഇല്ലെങ്കിൽ ഫാത്തിമ ഹജ്മയുടെ ജനാസയാണ്, ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും ഈ ഒരു അവസ്ഥ വരാനുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പരലോക ഗുണത്തിന് വേണ്ടി പൊരുത്തപ്പെട്ട് കൊടുക്കണം. സാമ്പത്തികമായി ഇടപാടുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് മക്കളുമായി ബന്ധപ്പെടണമെന്ന ഒരു അനൗൺസ്മെൻറ്റ് എല്ലാ മയ്യത്തിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ടും എല്ലാ പള്ളികളിൽ വെച്ചുകൊണ്ടും ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരാൾ ഞാൻ ആ മയ്യത്തിന് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് പൊരുത്തപ്പാടാകുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു വാക്ക് നടന്നതുകൊണ്ട്
അതൊരു പൊരുത്തമായി തീരുകയില്ല. അതുകൊണ്ട് തന്നെ നാം ഇൻഷാ അള്ളാഹ് ഈ മഗ്ഫിറത്തിൻ്റെ 10 ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകളാണ് ഇനി നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇസ്തിഗ്ഫാറിൻ്റെയും തൗബയുടെയും ദിവസങ്ങളാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ 10 കഴിഞ്ഞാൽ വശദ്ദൽ മിഅ്സറ എന്ന ഹദീസിൽ കാണാം, ആ അരയോടൊപ്പം മുറുക്കിയെടുത്ത് ആ ഇബാദത്തിന് വേണ്ടി ഒരുങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണെന്ന് പറഞ്ഞാൽ റമദാൻ കഴിഞ്ഞു പോവുകയാണ്, ഇനി അവസരമില്ല. അതുകൊണ്ട് ഇനി ഉള്ള അവസരങ്ങളിൽ ഞാൻ ഒരുങ്ങി തയ്യാറാവട്ടെ എന്ന നിലയിൽ അൽഹംദുലില്ലാ എല്ലാ അർത്ഥത്തിലും നമ്മൾ പൊറുക്കലിനെ തേടി അള്ളാഹുമായി അടുക്കേണ്ട ദിവസങ്ങളാണ്. ആ അടുക്കുന്നതിന് മുമ്പ് സൃഷ്ടികളുമായി നാം അടുക്കണം. അതുകൊണ്ട് സ്വന്തം ഭാര്യയോട് നാം പൊരുത്തപ്പെടിക്കണം. ഭാര്യയോട് നമ്മൾ സ്വാഭാവികമായും ഹജ്ജിന് പോകുമ്പോൾ ഉംറക്ക് പോകുമ്പോൾ വരെ പറയാറില്ല. ഭാര്യയോടൊക്കെ നമ്മൾ പറയും 40 ദിവസത്തിന് ഞാൻ പോവുകയാണ്, ഇൻഷാ അള്ളാഹ് 40 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും, അരിയും പഞ്ചസാരയും മല്ലിപ്പൊടിയും മുളകും പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട് എന്ന് നമ്മൾ പറയും. ഇനി പച്ചമീനും ഇല്ലെങ്കിൽ പച്ചക്കറിയും മാത്രമേ ബാക്കിയുള്ളൂ, അത് വീട്ടിന് മുമ്പിൽ ആ ഗുഡ്സുകാരൻ വരുമ്പോൾ കുഞ്ഞാപ്പൂവിൻ്റെ വണ്ടി വരുമ്പോൾ വാങ്ങിക്കൊണ്ടി എന്ന് പറയാറുണ്ട്. പക്ഷേ അപ്പോൾ ഈ പിണക്കത്തിലിരിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ ആ ഭാര്യയുടെ മനസ്സിൽ 80 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നാലും ഒരു കുഴപ്പമില്ല എന്നായിരിക്കും. കാരണം എന്താണ്? ഭാര്യയോട് നമ്മളെപ്പോഴും പിണക്കത്തിലാണ്. അതുകൊണ്ട് സ്വന്തം ഭാര്യയോട് പലപ്പോഴും നാം പൊരുത്തപ്പെടിക്കാൻ മറന്നവരാണ്. അതുപോലെ തന്നെ ഭാര്യന്മാർ ഭർത്താക്കന്മാരോടും പൊരുത്തപ്പെടിക്കാൻ മറന്നവരാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നാം ഓരോരുത്തരും സ്വന്തം ഭാര്യമാരോടും കുടുംബത്തിനോടും അതുപോലെ തന്നെ അയൽവാസികളോടും ഭർത്താക്കന്മാരോടും ബന്ധപ്പെട്ടവരോടുമൊക്കെ പൊരുത്തപ്പെടിച്ച് സൃഷ്ടികളോടുള്ള എല്ലാവിധ കടപ്പാടുകളും തീർത്തതിന് ശേഷമാണ് അള്ളാഹുവിനോടുള്ള കടപ്പാട് തീർക്കേണ്ടത്. അപ്പോഴാണ് അള്ളാഹു ഇത് പരിപൂർണമായി കബൂൽ ചെയ്യുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഗ്ഫിറത്തിൻ്റെ 10 കോടാനുകോടി ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുമ്പോൾ സാധുക്കളായ നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകി ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എത്രയെത്ര നോമ്പുകാരാണ് അവർക്ക് വിശപ്പും ദാഹവും അല്ലാതെ ബാക്കിയായിട്ടില്ല എന്ന് പഠിപ്പിച്ചു. അത്തരക്കാരുടെ നോമ്പിൽ അള്ളാഹു നമ്മുടെ നോമ്പിനെ പെടുത്താതിരിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് തോബക്കും അതുപോലെ ഇസ്തിഗ്ഫാറും തഹ്ലീലുകളും ചൊല്ലി അൽഹംദുലില്ലാ നമുക്ക് സൃഷ്ടികളോടുള്ള എല്ലാ കടപ്പാടുകളും തീർത്ത് സൃഷ്ടാവിനോടുള്ള കടപ്പാടുകൾ തീർക്കാൻ ഏറ്റവും വലിയ ഒരു മജ്ലിസാണ് പരിശുദ്ധമായ റമദാൻ 27-ാം രാവിൽ മഅദിൻ അക്കാദമി നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നത്. ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾക്ക് ഇഫ്താറുകൾ, അൽഹംദുലില്ലാ എത്രയോ നൂറുകണക്കിന് മുഅ്മിനീങ്ങൾ സ്ഥിരമായി ഇവിടെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകൾ, ഇങ്ങനെ തുടങ്ങി ധാരാളം പ്രവർത്തനങ്ങൾ റമദാനിൽ ചെയ്യുമ്പോൾ അതിനൊക്കെ സഹകരിക്കുന്ന ധാരാളം ആളുകൾ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണം റഹ്മാനെ. ഇതിന് മുഴുവനും നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ബദറുസ്സാദ തങ്ങളുസ്താദ്, അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അവിടുത്തെ ഉപ്പാക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ജ്യേഷ്ഠ സഹോദരൻ ബഹുവന്ദരായ സയ്യിദ് ഫാറൂഖ് തങ്ങൾ ഉസ്താദ്, അള്ളാഹു അവിടത്തേക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട സഹോദരിമാർ ഉൾപ്പെടെ അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, മഅദിൻ്റെ സഹകാരികളിൽ നിന്ന്, പ്രവർത്തകന്മാരിൽ നിന്ന്, ഇവിടുത്തെ സ്റ്റാഫുകളിൽ നിന്ന്, അവരുമായി ബന്ധപ്പെടുന്ന പലവരും മരണപ്പെട്ടു പോയവർ അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകി ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. സാധുവായ എൻ്റെ ഉപ്പയും മരണപ്പെട്ടത് റമദാൻ 4-നാണ്. അള്ളാഹു അവിടത്തേക്ക് മഗ്ഫിറത്ത് നൽകി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീന ആമീന ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരിക്കൽ കൂടി പരിശുദ്ധമായ റമദാൻ 27-ാം രാവിൽ മഅദിൻ നടക്കുന്ന പ്രാർത്ഥനാ സമ്മേളനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.